എന്തായാലും പോലീസ് ഈ വിഷയത്തിലും തുടർ നീക്കങ്ങൾ കർശനമായി തന്നെ സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജയിലിന് പുറത്ത് ബോച്ചെ അനുകൂലികൾ സംഘടിച്ചെത്തുകയും അവിടെ ആഹ്ലാദ പ്രകടനങ്ങളും മറ്റും നടത്താൻ ശ്രമിച്ചപ്പോൾ പോലീസിന്റെ നീക്കം കൂടി അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കർശനമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രതികരണം. ഓക്കെ, ഇല്ല 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 അങ്ങനെ ഒരു അനുവാദമൊന്നുമില്ല. പൊതുസ്ഥലത്ത് പടക്കം പൊട്ടിക്കാനും എല്ലാ സമയത്തും പടക്കം പൊട്ടിക്കാൻ അനുവാദമില്ല. ഓരോ പ്രത്യേക അവസരങ്ങളിൽ, ഉത്സവങ്ങളിൽ, ആഘോഷങ്ങൾക്കൊക്കെ നമുക്ക് പടക്കം പൊട്ടിക്കാം. അതല്ലാതെ ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ ആരെങ്കിലും പടക്കം പൊട്ടിക്കും? അത് തന്നെയല്ല, പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കാവും. ഇതൊക്കെ എക്സ്പ്ലോസീവ്സ്, സ്ഫോടനം നടക്കുന്ന ഒരു വസ്തുവല്ലേ. എവിടെയാണെങ്കിലും സ്ഫോടനം നടക്കുന്ന ഒരു വസ്തു കൈകാര്യം ചെയ്യണതിന് അതിന്റേതായ കുറെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് പാലിക്കണ്ടേ? അങ്ങനെ പോലീസല്ല ഇത് ഏത് അനുവാദം, ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ, പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയില് പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ? അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? നാളെ വേറൊരാൾ പടക്കം ഞത്തിന് പകരം ഞാൻ ചെറിയ ബോംബ് പൊട്ടിക്കണം പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? പടക്കം പൊട്ടിക്കാൻ തന്നെ നിയമലംഘനമല്ല. അങ്ങനെയാണെങ്കിൽ ദീപാവലിക്ക് നടു റോഡിൽ പടക്കം പൊട്ടിക്കുന്നതിന് അന്ന് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാത്ത എന്താ? ഞങ്ങൾ ഇത് പൊട്ടിച്ചിരിക്കും. അത് ഞങ്ങളെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സംഘടനയാണ്. പുരുഷന് നീതി കൊടുക്കാൻ വേണ്ടിയാണ് ഈ പടക്കങ്ങളെ, ഈ പടക്കം കൊണ്ടുവന്നതിനെ പടക്കങ്ങളെ ഇന്നലെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് സമയത്തിന് എത്താൻ പറ്റിയില്ല, ഒരല്പം ബ്ലോക്കായി പോയി. ഞങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള പ്രതിഷേധമാണിത്. കള്ളക്കേസിൽ സ്ത്രീകൾ, പുരുഷന്മാരെ ഒരുപാട് പേരെ വ്യാജ പോക്സോ കേസിൽപ്പെടുത്തുന്നു. അതിനെതിരെയുള്ള ഞങ്ങളുടെ ഏറ്റവും വലിയ അതിശക്തമായ കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ഈ കോടതി എന്തു പറഞ്ഞു എന്ന് പോലും തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത തരത്തിലാണോ ഇവരൊക്കെ, ഈ ബോച്ചെ അനുകൂലികൾ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് സംശയം തോന്നുന്നു. അവരുടെയൊക്കെ പലരുടെയും പ്രതികരണം കേൾക്കുമ്പോൾ അതാണ് തോന്നുന്നത്. എന്തും പറയാം, എന്തും കാണിക്കാം എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇപ്പം ബോബി ചെമ്മണ്ണൂർ വിഷയത്തെ ആയുധമാക്കിക്കൊണ്ട് പുരുഷന്മാർക്ക് നീതിയില്ല എന്ന വാദം ഉന്നയിക്കുന്നതിൽ എന്ത് കഴമ്പാണുള്ളത്? ഇതിൽ ഒരു പക്വതയുടെ അംശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? സജിത്തെ, സാധാരണ ഇതിൽ നാട്ടിൻപുറത്തൊക്കെ ഇത്തരം ആളുകളെ വിളിക്കുന്ന പേര് ആളുകളുടെയൊക്കെ മനസ്സിൽ സ്വാഭാവികമായും ഓർമ്മ വരും. നമ്മളൊരു മാധ്യമമായതുകൊണ്ട് അത് പറയുന്നില്ല എന്ന് മാത്രമാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ അങ്ങനെ ഒരു പക്വതയോ അല്ലെങ്കിൽ ഇത്തരം ഒരു വിഷയത്തിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്നുള്ള ബോധമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തരത്തിലേക്കുള്ള ഒരു പ്രതികരണം ഉണ്ടാകുമായിരുന്നില്ല. അവർ ഏതെങ്കിലും നിയമം പാലിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം അറിയിക്കാൻ വേണ്ടിയോ ഇത്തരത്തിലേക്കൊക്കെ പ്രതിഷേധിച്ചായിരുന്നെങ്കിൽ അത് സ്വാഭാവികമായും ജനങ്ങൾ തന്നെ ഉൾക്കൊള്ളാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് ടെലിവിഷൻ ചാനലുകൾ കാണിക്കുമെന്നോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾ കാണിക്കുമെന്നൊക്കെ ഉള്ള പ്രതീക്ഷയിൽ ആ തരത്തിൽ വന്ന് പ്രതികരിക്കാൻ നിൽക്കുന്ന ആളുകളാണ്. ഇത്തരക്കാർ തന്നെയാണ് പ്രധാനമായി. ഇത്തരക്കാർ കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കോടതി നൽകുന്നത്. ഇങ്ങനെ കുറച്ച് ആളുകളുടെ സഹായമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ആളുകൾ പരസ്യമായി വന്ന് എന്തും വിളിച്ചു പറയാനുള്ളവർ ഉണ്ട് എന്നത് കരുതി ജയിലിലടക്കം നമ്മുടെ നിയമ സംവിധാനത്തെ അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അടക്കം കോക്കറി കാണിച്ചുകൊണ്ടുള്ള നാടകങ്ങൾ കളിക്കാനാണ് ബോബി ചെമ്മണ്ണൂർ ഒരുങ്ങുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി നിയമത്തിന്റെ ഭാഗത്തുനിന്ന്, കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് കോടതി കൃത്യമായി നൽകുന്നത്. രാവിലെ എങ്ങനെയാണോ കോടതി ചെറുതായി ഒന്ന് കണ്ണുരുട്ടിയപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ കോടതി അഭിഭാഷകനെ കോടതിയിലേക്ക് വിളിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാ വാലും ചുരുട്ടിക്കൊണ്ടുവന്ന് വളരെ വേഗത്തിൽ തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കി പുറത്തിറക്കിയത്. ഇന്ന് അതുപോലെ 12 മണിക്ക് ഈ മറുപടി നൽകേണ്ടി വരും. സ്വാഭാവികമായും നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ എന്തായിരിക്കും മറുപടി എന്നുള്ളത്. കോടതി എന്തായാലും വീണ്ടും പ്രകോപിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പതിവ് ബോബി ചെമ്മണ്ണൂർ ശൈലിയിലുള്ള മറുപടിയൊക്കെയാണ് നൽകുന്നതെങ്കിൽ കോടതിയെ സംബന്ധിച്ച് കോടതിയുടെ അധികാരത്തിൽ, അതിന്റെ അധികാര പരിധിയിൽപ്പെടുന്നതാണ് ഈ ജാമ്യം റദ്ദാക്കണോ അല്ലെങ്കിൽ ഈ ജാമ്യത്തിന് മറ്റു വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണോ അല്ലെങ്കിൽ ഏതെല്ലാം വ്യവസ്ഥകൾ കൂട്ടിച്ചേർക്കണം, ഇതൊക്കെ കോടതിക്ക് തീരുമാനിക്കാൻ കഴിയുന്നതാണ്. ഈ അറസ്റ്റ് ചെയ്യാൻ അടക്കമുള്ള ഉത്തരവിടാനും കോടതിക്ക് കഴിയും. അതുകൊണ്ട് സ്വാഭാവികമായും അത്തരമൊരു തീരുമാനത്തിന് 12 മണി വരെ എന്തായാലും ബോബി ചെമ്മണ്ണൂരിനും അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘത്തിനും അദ്ദേഹത്തിന് ഒപ്പമുള്ളവർക്കും ഒക്കെ എന്തായാലും നെഞ്ചെടുപ്പ് കൂട്ടുന്ന ഒരു നടപടി കൂടി തന്നെയാണ് കോടതി വളരെ കൃത്യമായി തന്നെ എടുത്തത്. ഈ തരത്തിലേക്കാണ് കോടതിയെ എല്ലാം പരിഹസിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സംവിധാനത്തെ പരിഹസിക്കുന്നതെങ്കിൽ ഇതിനെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു, ഒരു തരത്തിലും ഇതിനെ പ്രതിഷേധമായി കാണാൻ കഴിയും. പ്രതിഷേധം ഒരുപാടുണ്ടോ, പലതരത്തിൽ പ്രതിഷേധിക്കുന്നവരുണ്ട്. പക്ഷേ ഇത് പ്രതിഷേധിക്കുകയല്ല, ഒരു സംവിധാനത്തിൽ കാണിക്കുകയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും കഴിയാം, ഏത് തരത്തിലും അല്ലെങ്കിൽ ഏത് തരത്തിലും ഇടം പിടിക്കാൻ വേണ്ടി എന്ന് കരുതുന്ന ചില ആളുകൾ അവിടെ നിന്നുകൊണ്ട് ബോബി അംഗർത്തിക്കപ്പോൾ
കോടതി ഭാഗത്ത് അതിശക്തമായ ഒരു ഇടപെടൽ ഉണ്ടായിരുന്നത്. കോടതി വടിയെടുപ്പോൾ തന്നെ എങ്ങനെയാണ് ഇവർ 10 മടക്കിയത് എന്നതുപോലെ തന്നെ ഇന്ന് 12 മണിക്ക് എന്ത് മറുപടിയാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ നൽകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്തരം ഒരു മറുപടി നൽകിക്കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കോടതിയെ പ്രകോപിപ്പിക്കുന്ന മറുപടി അല്ലെങ്കിൽ നിയമ സംവിധാനത്തെ ഈ തരത്തിൽ മോശമാക്കുന്ന തരത്തിലാണ് മറുപടിയെങ്കിൽ കോടതിയുടെ സാധ്യത ആ ആകാംക്ഷയിൽ തന്നെയാണ് അവർ നിന്നത്. ഇത്തരത്തിലേക്കൊക്കെ പ്രതികരിക്കുന്ന മനുഷ്യർക്കുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിന്റെ പൊതുബോധത്തെയോ സാമാന്യ ബോധത്തെയോ അടക്കം വെല്ലുവിളിക്കുന്നവർക്കുള്ള ഒരു തിരിച്ചടിയോ മുന്നറിയിപ്പോ കൂടിയാണ് ഇപ്പോഴത്തെ ഈ ഇടപെടൽ. കിരൺ, ഒരു കാര്യം കൂടി നമുക്കറിയാം, ഈ കേസിൽ നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു, ഒപ്പം കോടതിയിൽ അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നു. ഇതൊക്കെ ഒരു വസ്തുത നടക്കുമ്പോഴും സമൂഹ മാധ്യമത്തിൽ പെയ്ഡ് പ്രൊമോഷൻ എന്ന തരത്തിൽ ബോച്ചയെ ന്യായീകരിച്ചുകൊണ്ട്, ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിൻ നടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ വരെ. ഇപ്പോഴും അത് പ്രകടമാണ്. ഈ കോടതിയുടെ ഇടപെടലുകളും നീക്കങ്ങളും ഒക്കെ ഇത്തരം സമൂഹ മാധ്യമങ്ങളെ മറയാക്കി നടത്തുന്ന നീക്കങ്ങളെ തടയാൻ കൂടി ഉതകുമോ? അതിനൊരു സാധ്യത മുന്നിൽ കാണാൻ കഴിയുമോ? സജിത്ത്, അങ്ങനെ തടയാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കഴിയില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും. സ്വാഭാവികമായും കുറെ പേരെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിയും. എല്ലാ കാലത്തും ഏതുതരം വൃത്തികേടിനെയും ഒക്കെ അനുകൂലിക്കുന്ന കുറെ മനുഷ്യർ എല്ലാ കാലത്തും എല്ലാ ലോകത്തുമുണ്ട്. അത് ഇപ്പോഴുമുണ്ട്. അപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അവർക്ക് എഴുതാൻ അവസരം കിട്ടുന്നു എന്നതുകൊണ്ട് അവർ സമൂഹ മാധ്യമങ്ങൾ ചിലർ ചിലർ അറിയാതെയും ഒക്കെ വന്ന് എഴുതുന്നു. അത് മാന്യമായി പ്രതികരിക്കുന്ന സ്ഥലങ്ങളിൽ അതിനെല്ലാം എതിരെ എഴുതുന്നവരും ഇത്തരം ഏത് മോശപ്പെട്ട വ്യക്തിയെയും അനുകൂലിക്കുന്നവരും അവർക്ക് വേണ്ടി ന്യായം കണ്ടെത്തുന്നവരും അവർക്ക് വേണ്ടി പരസ്യമായി രംഗത്തിറങ്ങുന്നവരും ഒക്കെ എല്ലാ കാലത്തുമുണ്ട്. അത് സമൂഹ മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് ഒരു വലിയ അവസരം കിട്ടുന്നു എന്ന് മാത്രം. ഇത്ര കാലവും അത്തരം ആളുകൾക്ക് അവസരം കിട്ടിയിരുന്നില്ല. അല്ലെങ്കിൽ നാട്ടിൽ ബോധമില്ലാതെ ആരെങ്കിലും വഴിനീളെ നടന്ന് തെറി പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ പലപ്പോഴും അങ്ങനെ തെറി പറയുന്നവർ പണ്ടുമുണ്ട്, ഇക്കാലത്തുമുണ്ട്. ഇപ്പോൾ അങ്ങനെ തെറി പറയുന്നവർക്ക് ഒരു സമൂഹ മാധ്യമങ്ങൾ അവസരം നൽകുന്നു എന്നത് മാത്രമാണ്. അവർക്ക് സ്വാഭാവികമായി ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് ഒരു ഭയം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിൽ അല്പമെങ്കിലും ബോധമുള്ള കുറെ പേർക്ക് പിൻവാങ്ങാൻ ഇട നൽകുകയോ ഒക്കെ ചെയ്യുന്നതാണ് എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ. ഈ പോലീസിനോട് ഇവരുടെ അടക്കം വന്ന് പറഞ്ഞറിയാം, പടക്കം പൊട്ടിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ പടക്കം പൊട്ടിക്കുന്നതിന് അവർക്ക് പടക്കം പൊട്ടിക്കുക എന്നുള്ളതൊന്നും അല്ല വിഷയം. സ്ഥലത്തും ആളാവാൻ അല്ലെങ്കിൽ ഞങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കുന്നു, അതിന് ചിലപ്പോൾ അവർക്ക് മറ്റേതെങ്കിലും ലാഭം ഉണ്ടാവാം, ചിലപ്പോൾ പ്രശസ്തിയാവാം, സമ്പത്താവാം, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ സ്വയമായി അങ്ങനെ വിശ്വസിക്കുന്ന ആ തരത്തിലുള്ള മാനസികമായ അവസ്ഥയിലുള്ള മനുഷ്യരാവാം. അവർക്ക് ചിലരൊക്കെ മാനസികാവസ്ഥയിലുള്ള മനുഷ്യരുമൊക്കെ ഉണ്ട്. അത്തരക്കാരും കൂടി അത്തരക്കാർക്കൊക്കെ അവരൊക്കെ കഴിഞ്ഞാടാൻ തരത്തിൽ ഒരു അവസരം ലഭിച്ച യഥാർത്ഥത്തിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലിനെ അതിനെ പല രീതിയിൽ ബോബി ചെമ്മണ്ണൂർ ഉപയോഗിക്കുന്ന അങ്ങനെ പല ആളുകളും പല പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ മറ്റുള്ളവരെ തെറി വിളിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരെ മോശക്കാരാക്കാൻ വേണ്ടി ഒക്കെ ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പെയ്ഡായി തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏജൻസികൾ പോലും കേരളത്തിലും ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ ഉണ്ട്. അത് കേരളത്തിലും അടക്കമുണ്ട്. അത് പലരും അത്രയൊക്കെ ചെയ്യിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം കൂടിയാണ്. അത്തരക്കാർക്കുള്ള ഒരു മുന്നറിയിപ്പൊക്കെ കൂടിയാണ്. അല്ലാതെ ഈ ഒരു കോടതി വിധി കൊണ്ട് ഇത്തരക്കാരെല്ലാം നാളെ മുതൽ നന്നാവും എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കില്ല. പക്ഷേ എന്നാൽ ഇങ്ങനെ എന്തും വിളിച്ചു പറയാം, അല്ലെങ്കിൽ എന്തും ചെയ്യാം, എന്തും ചെയ്താലും ഞങ്ങളെ ആരും ഒന്നും ചെയ്യാനില്ല, ഈ സമൂഹത്തിൽ ആരും ഒന്നും ചോദിക്കാനില്ല, ഞങ്ങളെ പിന്തുണയ്ക്കാനും കുറെ ആളുകളൊക്കെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരക്കാരെ കാണുമ്പോൾ സാധാരണ ഒരു മലയാളിയുടെ മനസ്സിൽ ഏത് വാക്കാണ് ഓർമ്മ വരുന്നത്? അങ്ങനെയുള്ള മനുഷ്യർക്ക്, അത്തരമുള്ള ആളുകൾക്കൊക്കെ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് എന്തായാലും കോടതിയുടെ ഈ ശക്തമായ ഇടപെടൽ എന്ന് തന്നെ പറയേണ്ടി വരും.